Namaskaram, football fans. Namaskaram, Real Madrid fans. Let's analyze Real Madrid squad 2024-2025. In fact, Real Madrid റീബിൽഡിങ്ങിന്റെ ആവശ്യമില്ല. ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ് സ്ക്വാഡ് അവൈലബിൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ നമുക്ക് ഇനി അവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. pretty straightforward, a well settled team. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ റിയൽ മാഡ്രിഡ് ഫാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഞാൻ വളരെ ക്ലോസ്ലി ഫോളോ ചെയ്യാത്ത ക്ലബ്ബുകളൊക്കെയാണ് റയൽ, ബാർസലോണ. ആഗ്രഹമുണ്ട് ചെയ്യണം എന്നുള്ളത്, പക്ഷെ സമയപരിധി അങ്ങനെ കാര്യങ്ങൾ. പക്ഷെ എന്തെങ്കിലും തെറ്റുകുറ്റം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചീത്ത വിളിക്കരുത്. ബട്ട് ഐ എം മോർ ദാൻ ഹാപ്പി ഇഫ് യു ക്യാൻ കറക്റ്റ് മീ ഐ എം റോങ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ സ്ക്വാഡ് അനാലിസിസ് ഫസ്റ്റ്. നമുക്ക് പ്ലെയർ ബൈ പൊസിഷനിലേക്ക് നമുക്ക് നോക്കാം. എന്നിട്ടൊരു പ്രോബബിൾ ലൈനപ്പ് എന്തായിരിക്കും എന്നുള്ളത് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗോൾ കീപ്പിംഗ് സിറ്റുവേഷനിൽ തലവേദനയില്ല. യു ഹാവ് ടിബോ കോർട്ടുവ ഫുള്ളി ഫിറ്റ്, ഫുള്ളി ബാക്ക്. ലൂണിന്റെ ഫ്യൂച്ചർ ഇസ് അൺസർട്ടൺ. ഡെഫിനറ്റ്ലി റയൽ മാഡ്രിഡ് ലീവ് ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. ലോട്ട് ഓഫ് ക്ലബ്സ് ആർ ഇൻട്രസ്റ്റഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ സെക്കൻഡ് ചോയ്സ് ആയിട്ട് മോസ്റ്റ്ലി കെപ്പ അരിസബലാഗ തിരിച്ചു വരുമോ? കാരണം കെപ്പ അരിസബലാഗയ്ക്ക് ചെൽസി ചോദിക്കുന്ന പ്രൈസ് റയൽ മാഡ്രിഡ് തരാൻ താല്പര്യമില്ല എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ അൺസർട്ടനിറ്റി ഇരിക്കുകയാണ്. അത് എന്താവും നമുക്ക് കണ്ടറിയാം. പിന്നെ സെന്റർ ബാക്ക് യു ഹാവ് എ കോമ്പിനേഷൻ ഓഫ് എഡർ മിലിറ്റാവ് ആൻഡ് റൂഡിഗർ. ഫെയർ എനഫ്. അൺഫോർച്ചുനേറ്റ്ലി ഡേവിഡ് ആലബ ഈസ് ഇഞ്ചേർഡ്. ആൻഡ് ഡേവിഡ് ആലബയുടെ ഇഞ്ചുറി തിരിച്ചു വരാൻ ക്രൂഷ്യൽ ലിഗമെന്റ് ടയർ ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ന്യൂസ് പ്രകാരം റിട്ടേൺ ഈസ് അൺനോൺ. അപ്പോ ഒരു ഏരിയ ഓഫ് അഡീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി തിൻ ഈസ് സെന്റർ ബാക്കുകൾ. 4 സെന്റർ ബാക്കിൽ ഓൾറെഡി ഒരു സെന്റർ ബാക്ക് അൺഅവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് വലേഹോ ആണ്. അപ്പോ ഒരു പ്രോപ്പർ സെന്റർ ബാക്കിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ചൗമീനിനെ ഒരു പക്ഷെ സെന്റർ ബാക്ക് ആയിട്ട് കളിപ്പിക്കാനായിട്ടൊരു സാധ്യതയുണ്ട്. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. പക്ഷെ എനി ഏരിയ ഓഫ് അഡീഷൻ റയൽ മാഡ്രിഡ് ഇപ്പൊ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫോർ മീ ഇസ് എ സെന്റർ ബാക്ക് ഏരിയ. ലെഫ്റ്റ് ബാക്ക് തരയില് യു ഹാവ് ഫെർലാൻഡ് മെൻഡി, ഫ്രാങ്ക് ഗാർസിയ. ഗാർസിയനെ എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ പൊസിഷനിലിട്ട് പൊതുവെ കളിപ്പിക്കുകയാണ് എന്നുള്ള ഇല്ല. പൊതുവെ ലെഫ്റ്റ് ബാക്ക് ആണ് കഴിഞ്ഞ സീസണിൽ. ഓക്കെ ഫൈൻ, ഫെയർ എനഫ്. എന്തെങ്കിലും ഫ്രാങ്ക് ഗാർസിയനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാം. മോർ ദാൻ ഹാപ്പി ടു ലെഫ്റ്റ് ബാക്ക്. ഓക്കെ, മോർ ദാൻ ഹാപ്പി ടു ബി ഗെറ്റ് കറക്റ്റഡ്. ഓക്കെ, റൈറ്റ് ബാക്ക് തലവേനയില്ല. യു ഹാവ് കാർവഹാൽ ആൻഡ് ലൂക്കസ് വാസ്കേൽസ്, 2 പ്ലേയേഴ്സ്. സോ ദാറ്റ് സ്ലോട്ട് ഇസ് ഫിക്സ്ഡ്. ഇനി എങ്ങാനും ലെഫ്റ്റ് ബാക്കിന്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റൈറ്റ് ബാക്കിനെ പിടിച്ച് ലെഫ്റ്റ് ബാക്കിലേക്ക് ഇടാം. പക്ഷെ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അത്യാവശ്യം സിറ്റുവേഷൻ വന്നല്ല. പക്ഷെ 4 ഫുൾ ബാക്ക് ഒരു ടീമിൽ ഇസ് സോളിഡ്. 4 സെന്റർ ബാക്ക് ഇസ് ഗുഡ്. പക്ഷെ ഓൾറെഡി ഒരു സെന്റർ ബാക്ക് ഇൻജോർഡ് ആയിരിക്കുന്ന സ്ഥിതിയിൽ 3 സെന്റർ ബാക്ക് ഇസ് വെരി തിൻ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ചൗമിനിയുടെ പേരാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറിൽ ഇട്ടിരിക്കുന്നത്. ചൗമിനി, കാമവിംഗ. പക്ഷെ മിഡ്ഫീൽഡിൽ റയൽ ഇസ് സ്റ്റോപ്പ്. ചൗമിനി, കാമവിംഗ, വെൽവേർദെ, ലൂക്ക മോഡ്രിച്ച്, സബായോസ്. മച്ചാനെ നിങ്ങളുടെ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഒന്നും പറയാനില്ല ലൈനപ്പിന് വേണ്ടിയിട്ട്. ഐ തിങ്ക് ബൈ ഡിഫോൾട്ട് ദാറ്റ് മിഡ്ഫീൽഡ് ക്യാൻ പിക്ക് ഇറ്റ്സെൽഫ്. മേ ബി കാമവിംഗ ആൻഡ് വെൽവേർദെ. നമുക്ക് ലൈനപ്പിലേക്ക് വരാം. പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ദേ കിടക്കുന്നു. ജൂഡ് ബെല്ലിംഗ്ഹാം, ബ്രഹീം ഡിയാസ്. വേണമെങ്കിൽ ആർദ ഗുള്ളറിനെ വേണമെങ്കിൽ അവിടെ ഇടാം. വിനീഷ്യസ് ജൂനിയറിനെ വേണമെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇടാം. പക്ഷെ ബൈ ഡിഫോൾട്ട് ജൂഡ് ബെല്ലിംഗ്ഹാം വിൽ പിക്ക് ഹിംസെൽഫ് വിത്തൗട്ട് എനി ഡൗട്ട്. Vinicius Junior, Rodrigo, Arda Güler, Kylian Mbappe by default will start. Endrick and Latasa ആരാന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. സോ സോറി ഫോർ ഇറ്റ്. അപ്പോ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് വലിയ തലവേദനയില്ല. നമുക്ക് ലൈനപ്പിലേക്ക് ഇറക്കാം. Sorry for that. Lineup pick itself, you have Thibaut Courtois, Kepa Arrizabalaga as ഈ പറഞ്ഞതുപോലെ ഒരു നമ്പർ 2 ചോയ്സ് ഇട്ടിരിക്കുന്നു. കാർവഹാൽ, ലൂക്കസ് വാസ്കേസ്, Rudiger and Vallejo, Eder Milita, David Alaba, Ferland Mendy and Fran Garcia. So, ഒരു slightly thin area ആണെന്നുണ്ടെങ്കിൽ സെന്റർ ബാക്ക് you can have Chouameni അഥവാ കാമവിംഗ, ഡിഫൻസ് Valverde, Jude Bellingham, that midfield combination. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് 3 ഓട്ടോമാറ്റിക്കലി പിക്സ് ഇറ്റ്സെൽഫ്. Kylian Mbappe, Rodrigo and Vinicius Junior. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ you have Arda Güler, you have Brahim Diaz. ആൻഡ് ഒരു പക്ഷേ എംബാപ്പയ്ക്ക് ചെറിയ റെസ്റ്റ് കൊടുക്കണം എന്നുള്ളതുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരില്ല എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. യു ഒബ്വിയസ്ലി ഹാവ് കിലിയൻ എംബാപ്പെ സ്റ്റാർട്ടിങ് റെഗുലർലി. ആൻഡ് മിക്ക ലൈനപ്പുകളും ഈ പറയുന്ന പോലെ റയൽ മാഡ്രിഡിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു സ്ക്രീൻഷോട്ടിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഓൾമോസ്റ്റ് സെയിം ലൈനപ്പ് ആണ് പിക്ക് ചെയ്യപ്പെടുന്നത്. യു ഹാവ് കാർവഹാൽ. ചിലവര് കാമവിംഗ വെൽവാർദെ കോമ്പിനേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. സർപ്രൈസിംഗ്ലി ആർദ ഗുള്ളർ എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഫുട്ടർ പ്ലെയർ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ റോഡ്രിഗോനെ അങ്ങനെ പറയുന്നത് പോലെ ബെഞ്ചിലിരുത്തും എന്ന് എനിക്ക്
സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. 2-3 പേര് ആർദ ഗുള്ളറിന്റെ പേര് അവിടെ ഇട്ടിട്ടുണ്ട്. ഒരുത്തിന് ഇവിടെ നീക്കോ വില്യംസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ത് തരത്തിലാണ് ആഡ് ചെയ്തതെന്ന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. ബട്ട് ഇവിടെ തന്നെ യു ഹാവ് വാൽവേർഡെ, കാമ്പവിംഗ, ജൂഡ് ബെല്ലിംഗ്ഹാം, റോഡ്രിഗോ, എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ. മോർ ഓർ ലെസ് സ്ട്രേറ്റ് ഫോർവേഡ് ലൈനപ്പ്. ഒരു തലവേദനയില്ല. ഇൻഫാക്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സീസണിലേക്ക് റിയൽ മാഡ്രിഡിന്റെ ലൈനപ്പ് വരുന്ന ഫുൾ സീസൺ ഇഞ്ചുറി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ അനൗൺസ് ചെയ്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. ആരായിട്ടായിരിക്കും നിങ്ങൾ എവിടെ കളിക്കാൻ പോണെന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ളത് നമുക്ക് ഇത് അറിയാൻ പറ്റും. സോ ഇറ്റ്സ് വെരി ഗുഡ്. ഒരു വളരെ സെറ്റിൽ സ്ക്വാഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. വെൽ പ്ലാൻ, വളരെ യങ്സ്റ്റേഴ്സും ഉണ്ട്. വിത്ത് കിലിയൻ എംബാപ്പയുടെ ഫസ്റ്റ് സീസൺ ലുക്സ് പ്രെറ്റി എക്സൈറ്റിംഗ്. റൊണാൾഡോന്റെ ഫുഡ് സ്റ്റെപ്സിൽ പുള്ളിക്കാരന് വളരാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് വരുന്ന സീസണിൽ കാണാം. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് FSK from Football is Life.